ഒരു നാട് മൊത്തം ജീവന് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 21-ാം വാർഡിൽ ചരക്കാപറമ്പ് എന്ന ദേശത്ത് ചോലൽ പടിക്കൽ സുരേഷ് ബാബുവിൻ്റെ ചെറിയ മകൾ 19 വയസ്സുകാരിയായ സങ്കീർത്തനയ്ക്ക് വേണ്ടി. ഇത് തുടങ്ങിയിട്ട് ഒരു 8-10 ദിവസമായി. മഞ്ഞപ്പിത്താണ് ആദ്യം കണ്ടത്. അവർ EMS പോയപ്പോഴാണ് ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് പറഞ്ഞത്. അപ്പം തന്നെ പിന്നെ അമൃതയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയതാണ്. പക്ഷെ ഇത് 2-3 ദിവസം കൊണ്ടൊരു ICU ട്രീറ്റ്മെൻറ്റോട് തീരുമെന്ന് വിചാരിച്ചാണ്. പിന്നീടാണ് ഈ ലിവറിൻ്റെ പ്രോബ്ലം അറിഞ്ഞത്. എൻ്റെ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇവരെല്ലാവരും കൂടി തിരിച്ചു കിട്ടിയത് വലിയൊരു ഭാഗ്യമായി. നടക്കൂട്ടോ, പ്രശ്നമല്ല. എല്ലാവരും ഉണ്ടല്ലോ, ഒരു നാടൊപ്പല്ലേ. ഈ രോഗികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഏതൊരു നാട്ടുകാർ കൂടെ, ഏതൊരു അച്ഛനമ്മയ്ക്കും നാട്ടുകാർ കൂടെ നിൽക്കില്ല. അവരെ കഴിഞ്ഞുള്ളൂ ബാക്കിയല്ല. എന്താണെങ്കിലും അത് തിരിച്ചു കിട്ടിയാൽ മതി. കേട്ടാ, ഒരിക്കലും എന്താവില്ല. പൈസ ഇല്ലാന്ന് ചോദിച്ചിട്ട് കുട്ടിയുടെ ചികിത്സ മുടങ്ങുന്നതാണ്. അമർഷ എന്ന നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബ്ലോഗറായിട്ടുള്ള സുഹൃത്തിൻ്റെ സഹായം തേടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചെങ്കിൽ വളരെ പെട്ടെന്ന് വന്നത് മാത്രമല്ല, ഇതിനാവശ്യമായിട്ട് എല്ലാ കാര്യം ഇന്ന് തന്നെ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ്. മാത്രമല്ല ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ സാങ്കേതികമായ പ്രൊസീജിയർപരമായ കുറേ കാര്യങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലൊക്കെ കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സങ്കീർത്തന എന്ന് പറയുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനി വളരെ ഗുരുതരാവസ്ഥയിൽ ലിവർ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിൽ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇന്ന് തന്നെ ലിവർ മാറ്റിവെക്കണമെന്നാണ് അറിയാൻ സാധിച്ചത്. കുട്ടിയുടെ സഹോദരനാണ് ലിവർ നൽകുന്നത്. സർജറി നടക്കാത്തതിൻ്റെ പ്രധാന കാരണം പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണ്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാളുടെയും ചികിത്സ മുടങ്ങാൻ പാടില്ല. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ജീവൻ നിലച്ചു പോകാൻ പാടില്ല എന്നൊരു തീരുമാനത്തിലാണ് ഈ നാടും നാട്ടുകാരൊക്കെ ഒറ്റക്കെട്ടായി പൊതുസമൂഹത്തിലേക്ക് ആ കുട്ടിയുടെ ചികിത്സക്ക് ആവശ്യമായ ഫണ്ട് സമാഹരണത്തിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവതിയായി ആ പൊന്നുമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ അനുഗ്രഹവും പടച്ചവൻ്റെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ ചരക്കാർമ്പ് പ്രദേശത്തെ സങ്കീർത്തന എന്ന മോളുടെ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് നമ്മൾ ഇവിടെ കൂടുകയും പിന്നെ ഈ അമർഷ ഇവിടെ എത്തുകയും ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ഇന്ന് തന്നെ ആ ഓപ്പറേഷൻ നടക്കാനും അതുപോലെ കുട്ടി പെട്ടെന്ന് സുഖമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാട്ടുകാർ എല്ലാവരും ഒപ്പമുണ്ട്. നമ്മളെ അമർഷാനടക്കമുള്ള ആളുകളും നമ്മുടെ ഈ പ്രദേശത്തെ മെമ്പറാണ്, അതുപോലെ തന്നെ മുൻ മെമ്പർമാരും ജനപ്രതിനിധികളും എല്ലാവരും ഈ നാട്ടുകാരും ഒപ്പത്തിനൊപ്പം എല്ലാ കാര്യത്തിനും കൃത്യമായി നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മോൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിനുള്ള തുക കണ്ടെത്തണം. ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ട ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മുമ്പിൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ സന്ദേശം നാട്ടിലുള്ള എല്ലാവരിലേക്കും എത്തിക്കണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വേണ്ടത് നമ്മുടെ നാട്ടുകാരായ ജനങ്ങളുടെ സപ്പോർട്ടും അവരുടെ പിന്തുണയുമാണ് വേണ്ടത്. നമ്മളുടെ മുന്നിലൊരു ദൈവദൂതനെ പോലെയാണ് അമർഷ വന്നതും. അദ്ദേഹം ഈ കാര്യം ഇരുന്ന് ഞങ്ങൾ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയറായി. ഇനി ഇവിടുന്ന് വരുന്ന ഈ വീഡിയോകളും കാര്യങ്ങളും നന്നായി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും നമ്മളോടൊന്ന് സഹായിക്കണം. ഇന്നിപ്പോൾ ഈ അസുഖം ബാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഡിഗ്രിക്ക് ചേരേണ്ട ഒരു കുട്ടിയായിരുന്നു. കേവലം 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി അത് ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഗുരുതരമായ രോഗം ഇതിൽ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കരൾ മാറ്റിവെക്കുക എന്ന ശസ്ത്രക്രിയ ഭീമമായ തുക ചെലവഴിയുന്ന ഒരു ചികിത്സയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഈ അമർഷാൻ സാഹിബോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപിക്കാനുള്ള സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സങ്കീർത്തനയുടെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള 22 ലക്ഷം രൂപയുടെ നെട്ടോട്ടത്തിലാണ് ഈ ഗ്രാമവാസികൾ. ചരക്കാപ്പറമ്പിൽ നിന്നും ലൈഫ് വിഷന് വേണ്ടി EM ഹനീഫ.